എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 12ാമത്തെ സർഗത്തിലെ 54, 55 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. സംസ്കൃത ശ്ലോകങ്ങളിൽ 2 ശ്ലോകങ്ങളുടെയും കൂടെ 55 തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഒന്ന് 54ഉം ഒന്ന് 55ഉമാണ്. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തമാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. ശ്രീരാമൻ്റെ കഥയൊക്കെ തന്നെയാണ് തുടർന്നും വർണ്ണിക്കുന്നത്. നമുക്ക് ആദ്യം 54ാമത്തെ ശ്ലോകം നോക്കാം. സ്വനാമചിഹ്നേഷു നിപാതഭൂതാൻ ഖ്യാതാഭിധാനാൻ യുധിയാതുധാനാൻ ഏകസഹസ്രാണി ചതുർദശാസ്യാമാരോപയാമാസ ദിവം സവീര. നമുക്കാദ്യം പദച്ഛേദം പറയാം. സ്വനാമചിഹ്നേഷു നിപാതഭൂതാൻ ഖ്യാതാഭിധാനാൻ യുധി യാതുധാനാൻ ഏക സഹസ്രാണി ചതുർദശ അസ്യാം ആരോപയാമാസ ദിവം സ വീര. ശ്രീരാമനെ പറ്റി തുടർന്ന് പറയാണ്. ശൂർപ്പണഖയുടെ മൂക്ക് മുറിച്ചിട്ട് ശൂർപ്പണഖ പോയതിന് ശേഷം ശൂർപ്പണഖയുടെ സഹോദരന്മാരും ശ്രീരാമനെ ആക്രമിക്കാനായിട്ട് വന്നു. ഖരൻ, ദൂഷണൻ, ത്രിശിരസ് എന്നൊക്കെയായിരുന്നു അവരുടെ പേര്. ഇവരൊക്കെ തന്നെ രാവണൻ്റെ സഹോദരന്മാരാണ്. രാവണൻ്റെ സഹോദരിയായിട്ട് ശൂർപ്പണഖയെ വളരെ പ്രസിദ്ധമായിട്ട് പറയുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ഖരദൂഷണ ത്രിശിരസ്സുകൾ രാവണൻ്റെ സഹോദരന്മാരാണോ അല്ലയോ എന്നൊന്നും പറയണില്ല. പക്ഷേ ശൂർപ്പണഖയുടെ സഹോദരന്മാരായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് രാവണൻ്റെ സഹോദരന്മാർ തന്നെ ആവണം. നേരെ സഹോദരന്മാരായിക്കൊള്ളണം എന്നില്ല. ഇവരൊക്കെ അമ്മ മാറിയതോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ചെറിയ ചെറിയ ബാന്ധവങ്ങളിലുള്ള സഹോദരന്മാർ തന്നെ ആവണം. അവരെയൊക്കെ വളരെ വേഗത്തിൽ ശ്രീരാമൻ വധിക്കുകയുണ്ടായി എന്ന് പറയാനാണ് പുറപ്പെടുന്നത്. ഒറ്റയ്ക്കാണ് വധിച്ചത് എന്നുള്ള കഥയൊക്കെയാണ് ഇവിടെ പറയണത്. നമുക്ക് അന്വയത്തിലേക്ക് കടക്കാം. ഏക സ വീര. ആ ശ്രീരാമചന്ദ്രൻ ഒറ്റയ്ക്ക് തന്നെ, ഏകഹ ഒറ്റയ്ക്ക്, ആ വീരനായിട്ടുള്ള ശ്രീരാമൻ അസ്യാം യുധി അവിടെ വച്ചുണ്ടായ ചിത്രകൂടത്തിൽ ശൂർപ്പണഖ പോയതിന് ശേഷം ഉണ്ടായ യുദ്ധത്തിൽ, അതും സ്ത്രീലിംഗമാണ്, അതുകൊണ്ടാണ് അസ്യാം എന്ന് സ്ത്രീലിംഗത്തിൽ പ്രയോഗിച്ചത്, അസ്മിൻ അല്ല. അസ്യാം യുധി, ആ യുദ്ധത്തിൽ, അവിടെ വെച്ച് സംഭവിച്ച യുദ്ധത്തിൽ സ്വനാമചിഹ്നേഷു നിപാതഭൂതാൻ. ഇവിടെ പറയാണ് ശ്രീരാമൻ്റെ അസ്ത്രം കൊണ്ട്, ആ അസ്ത്രത്തിൽ എന്തുണ്ട്? സ്വനാമചിഹ്നേഷു, സ്വന്തം നാമം എഴുതിയതായ ഇഷു. ഇഷു എന്ന് പറഞ്ഞാൽ അമ്പാണ്. ശ്രീരാമൻ്റെ ഓരോ അസ്ത്രത്തിലും രാമരാമ എന്ന് നാമം എഴുതിയിട്ടുണ്ട് അത്രേ. അതാണ് ഇവിടെ പറയണത്. സ്വന്തം നാമം കൊണ്ട് ചിഹ്നിതമായ, അങ്കിതമായ, എഴുതപ്പെട്ടതായ ഇഷു. ഇഷു അസ്ത്രം. ആ അസ്ത്രത്തിൽ നിപാതഭൂതാൻ, ആ അസ്ത്രം തറച്ചതുകൊണ്ട്, ആ അസ്ത്രത്തിൻ്റെ നിപതനം കൊണ്ട്, അത് മേല് തറച്ചതുകൊണ്ട്, ഭൂതാൻ, ഭൂതാൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധരായി തീർന്ന, അങ്ങനെയുള്ള അസുരന്മാരൊക്കെ അല്ലെങ്കിൽ രാക്ഷസന്മാരൊക്കെ പരിശുദ്ധരായി തീർന്നു. എങ്ങനെ? ഭഗവാന്റെ നാമാങ്കിതമായിട്ടുള്ള അസ്ത്രം കൊണ്ടതിന് ശേഷം. അതാണ് പറയണത്. അതായത് ഈ രാക്ഷസന്മാരുടെ മേല് അസ്ത്രം വന്നു വീണപ്പോൾ അവർ മരിച്ചുപോയി എങ്കിലും അവർ വിശുദ്ധരായി, അവരുടെ പാപങ്ങളൊക്കെ തീർന്നു. അതാണ് സ്വനാമചിഹ്നേഷു നിപാതഭൂതാൻ. അതുകൊണ്ട് തന്നെ ഖ്യാതാഭിധാനാൻ, അവരൊക്കെ പ്രസിദ്ധരായി. ശ്രീരാമനുമായിട്ട് ഏറ്റുമുട്ടിയപ്പോഴാണ് കുറേ പേരൊക്കെ പ്രശസ്തരായത്. അല്ലെങ്കിൽ അവരെയൊന്നും നമ്മൾ അറിയില്ലായിരുന്നു. ഖരൻ, ദൂഷണൻ, ത്രിശിരസ് എന്നിവരൊക്കെ ശ്രീരാമനുമായിട്ട് ഏറ്റുമുട്ടി മരിച്ചവരാണെന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അല്ലാതെ രാമായണ കഥയിൽ അവരെ പറ്റിയിട്ട് വേറൊരു ദിക്കിലും പരാമർശമില്ല. മാരീചനും സുബാഹുവും, അതിൽ സുബാഹു ആദ്യം തന്നെ വിശ്വാമിത്രൻ്റെ യാഗരക്ഷയുടെ സമയത്ത് തന്നെ മരിച്ചു വീണു. സുബാഹുവിന് വേറെ ഒരു റോളുമില്ല രാമായണത്തിൽ. രാമനുമായിട്ട് ഏറ്റുമുട്ടിയത് കൊണ്ടാണ് സുബാഹുവിനെ നമ്മളെല്ലാവരും അറിയണത്. ഇങ്ങനെ ശ്രീരാമനുമായിട്ട് ഏറ്റുമുട്ടിയത് കൊണ്ട്, ശ്രീരാമനുമായിട്ട് യുദ്ധത്തിലേർപ്പെട്ടത് കൊണ്ട് അറിയപ്പെട്ട കുറേ കഥാപാത്രങ്ങളുണ്ട്. അവരെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള രാക്ഷസന്മാരെ പറ്റിയിട്ടാണ് കവി ഇങ്ങനെ വർണ്ണിച്ചത്. സ്വനാമചിഹ്നേഷു നിപാതഭൂതാൻ ഖ്യാതാഭിധാനാൻ. അങ്ങനെയൊക്കെയുള്ള ചതുർദശ സഹസ്രാണി, 1, 2 പേരൊന്നുമല്ല, ഈ ഖരദൂഷണ ത്രിശിരസ്സുകളും അവരുടെ സൈന്യവും 14,000 രാക്ഷസന്മാർ. ചതുർദശ സഹസ്രാണി യാതുധാനാൻ, 14,000 രാക്ഷസന്മാരെ
ദിവം ആരോപയാമാസ. ഭഗവാൻ എന്താ ചെയ്തത്? ശ്രീരാമചന്ദ്രൻ സ്വർഗത്തിലേക്ക് പറഞ്ഞയച്ചു. അസ്ത്രങ്ങൾ കൊള്ളുക നിമിത്തം ശുദ്ധരായി പാപവിമുക്തരായി അവരൊക്കെ സ്വർഗത്തിലും എത്തി. ഈ രാക്ഷസന്മാർക്കൊന്നും വേറെ ഒരു റോളുമില്ല. അവരൊക്കെ ശ്രീരാമനുമായിട്ട് ഏറ്റുമുട്ടി അവരുടെ പാപങ്ങൾ തീർന്നു. അതുവരെ അവർ ചെയ്തു കൂട്ടിയ സർവ്വ പാപങ്ങളും തീർന്നു. അവരൊക്കെ സ്വർഗത്തിൽ പോവുകയും ചെയ്തു. അതാണിവിടെ കവി വർണ്ണിക്കുന്നത്. ഇവിടെ ശ്ലോകത്തിൽ സ്വനാമചിഹ്നേഷു എന്നൊരു പദവും അത് കഴിഞ്ഞിട്ട് നിപാതഭൂതാൻ എന്ന് മറ്റൊരു പദവുമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയല്ല എഴുതേണ്ടത്. സ്വനാമചിഹ്നേഷു നിപാതഭൂതാൻ എന്ന് തന്നെ പറയണം. സ്വന്തം നാമം കൊണ്ട് ചിഹ്നിതമായ ഇഷു പതിച്ചതുകൊണ്ട് പൂതന്മാരായവരെ പൂതന്മാരാവുക എന്നുള്ളത് കൊണ്ട് വിശുദ്ധരാവുക എന്നർത്ഥം. രണ്ടും രണ്ടായിട്ട് പറയുമ്പോൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സ്വനാമചിഹ്നേഷു എന്നുള്ളത് കേൾക്കുമ്പോൾ ചിലപ്പോൾ സപ്തമി വിഭക്തി ബഹുവചനമാണ് എന്നൊരു തോന്നലുണ്ടാവാം. അപ്പോൾ തൻ്റെ നാമങ്ങളിൽ ചെന്ന് വീണത് കാരണം എന്നർത്ഥം പറയേണ്ടി വരും. അല്ലെങ്കിൽ സ്വന്തം നാമം എഴുതപ്പെട്ട എവിടെയോ പോയി വീണത് കാരണം എന്ന് പറയേണ്ടി വരും. പക്ഷെ അവിടെ ഇഷു എന്നുള്ള വാക്ക് അസ്ത്രം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അത് പറയുമ്പോഴേ നമുക്ക് ഈ അർത്ഥം പറയാൻ പറ്റുള്ളൂ. അങ്ങനെ തന്നെയാണ് കവിയും ഉദ്ദേശിച്ചേക്കുന്നത്. അത് കൂട്ടി തന്നെയാണ് എഴുതേണ്ടത്. ഇഷു ചെന്ന്, അസ്ത്രം ചെന്ന് രാക്ഷസന്മാരുടെ മേലെ പതിച്ചത് കൊണ്ടാണ് അവർ വിശുദ്ധരായി തീർന്നത്. നമുക്ക് 55-ാമത്തെ ശ്ലോകം കൂടി നോക്കാം. പയോധരൈഃ പാണ്ഡ്യവിലാസിനീനാം ആഹന്യമാനാനി തരംഗിണീയം താനേവ മുക്താഭിരലങ്കരോതി ശുദ്ധാ വിരുദ്ധേഷ്വപി സോപകാര. ആദ്യം പദച്ഛേദം പറയാം. പയോധരൈഃ പാണ്ഡ്യവിലാസിനീനാം ആഹന്യമാനാ അഭി തരംഗിണീ ഇയം താൻ ഏവ മുക്താഭി അലങ്കരോതി ശുദ്ധ വിരുദ്ധേഷു അഭി സോപകാര. ഇവിടെ പെട്ടെന്നൊരു നദിയുടെ വർത്തമാനമാണ് പറയണത്. ഇത്ര നേരം ശ്രീരാമൻ്റെയും സീതയുടെയും ശൂർപ്പണഖയുടെയും അതുപോലെ തന്നെ രാക്ഷസന്മാരുടെയൊക്കെ കഥ പറഞ്ഞിട്ട് തരംഗിണി എന്ന് പറയുമ്പോൾ ഒരു പൂർവാപര ബോധം നമുക്കുണ്ടാവില്ല. പിന്നെ സൂക്ഷ്മമായിട്ട് 2 ശ്ലോകം മുമ്പുള്ള ശ്ലോകത്തിനെ പറ്റി നോക്കുമ്പോഴാണ് അവിടെ ഗോദാവരി തീരത്തുള്ള പഞ്ചവടിയെ പറ്റിയിട്ട് പറഞ്ഞാണ് രാമായണ കഥ തുടങ്ങിയത്. സുകുമാരകവി ഇവിടെ അതാണ് പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ തരംഗിണി എന്നുള്ളത് കൊണ്ട് ഗോദാവരി എന്ന് തന്നെ അർത്ഥമെടുക്കണം എന്ന് മനസ്സിലാക്കാം. വ്യാഖ്യാതാവും കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടില്ല. പക്ഷേ തരംഗിണി എന്നുള്ളത് കൊണ്ട് ഇവിടെ വേറെ ഒരു നദിയുടെ കാര്യവും പറയണില്ല, ഗോദാവരി തന്നെയാണ്. ഗോദാവരി നദിയിൽ എല്ലാവരും ഇറങ്ങി കുളിക്കുമല്ലോ, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ അവിടെ ഇറങ്ങി കുളിക്കുന്ന കാര്യമാണ് വർണ്ണിക്കുന്നത്. പാണ്ഡ്യവിലാസിനീനാം പയോധരൈഃ ആഹന്യമാന അഭി ഇയം തരംഗിണി. സുന്ദരികളായിട്ടുള്ള സ്ത്രീകളെ പ്രത്യേകിച്ച് പാണ്ഡ്യ സ്ത്രീകൾ എന്ന് പറയുന്നുണ്ട്. ഈ തെലുങ്കിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലൊക്കെ ഉള്ള ആൾക്കാരെ പാണ്ഡ്യന്മാരെ എന്ന് വിളിക്കാറുണ്ട്. ഗോദാവരി നദിയിൽ അവരൊക്കെ ഇറങ്ങി കുളിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അവരൊക്കെ ഗോദാവരി നദിയിൽ ഇറങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പാണ്ഡ്യവിലാസിനീനാം പാണ്ഡ്യസുന്ദരിമാർ അവരുടെ സ്നാനത്തിനായിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് അവർ ഈ നദിയിൽ ഇറങ്ങുമല്ലോ. അപ്പോൾ ഈ നദിയിൽ ആകെ ഒരു ഓളം സൃഷ്ടിക്കപ്പെടും. എങ്ങനെ? ആ സ്ത്രീകളുടെ സുന്ദരിമാരുടെ പയോധരങ്ങളെ കൊണ്ട് സ്പർശിക്കുമ്പോഴാണ് ഈ വെള്ളത്തിൽ ആഹന്യമാനത അഥവാ ഒരു ഓളം വെട്ടലുണ്ടാവുന്നത്. അവർ വളരെ സുന്ദരികളാണ്, നല്ല തടിച്ച പ്രകൃതമൊക്കെയുള്ള സ്ത്രീകളാണ്. അപ്പോൾ അവരുടെ ഉയർന്ന മാറിടങ്ങൾ ഈ വെള്ളത്തിലെത്തുമ്പോൾ, വെള്ളത്തിൽ സ്പർശിക്കുമ്പോൾ അവരുടെ ശരീരപ്രകൃതിക്ക് അനുസരിച്ച് വെള്ളത്തിൽ ഓളങ്ങൾ ഉണ്ടാവണു. അപ്പോൾ ഓളം വെട്ടുന്ന വെള്ളത്തിനെ പറ്റിയിട്ടാണ് പറയണത് ഇവിടെ. പയോധരൈഹി ആഹന്യമാന അഭി. ഈ പയോധരങ്ങളാൽ ഒരു ആഹന്യത എന്ന് പറയുമ്പോൾ പയോധരങ്ങളാൽ അടിക്കപ്പെടുക, അവരുടെ മാറിടം കൊണ്ട് സ്പർശിക്കപ്പെടുക, അല്ലെങ്കിൽ അവർ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു ഓളം വരവ്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നദിയിലുണ്ടാകുന്നതായിട്ടുള്ള ഒരു ഓളം വെട്ടൽ. അതുകൊണ്ട് അതായത് ഈ സുന്ദരിമാരായിട്ടുള്ള സ്ത്രീകൾ അവരുടെ മാറിടം കൊണ്ട് വെള്ളത്തിലടിച്ച് അതിനെ ഉപദ്രവിക്കുകയാണ് എങ്കിൽ പോലും ഈ നദി എന്താണ് അവർക്ക് തിരിച്ചു കൊടുക്കുന്നത് എന്ന് പറയുകയാണ്. അതാണ് ആഹന്യമാന അഭി ഇയം തരംഗിണി. അങ്ങനെ ഇവർ ഈ നദിയെ അടിക്കുകയൊക്കെയാണ് ചെയ്യണത് എങ്കിൽ പോലും ഈ തരംഗിണി, ഈ നദി എന്താണ് അവർക്ക് തിരിച്ചു ചെയ്തു കൊടുക്കുന്നത്? താനേവ, ആ പയോധരങ്ങളെ തന്നെ, ആ മാറിടങ്ങളെ തന്നെ, ഈ വെള്ളത്തിനെ ഉപദ്രവിക്കുന്ന മാറിടങ്ങളെ തന്നെ എന്ത് ചെയ്യുന്നു? മുക്താഭി അലങ്കരോതി.
മുത്തുകളെ കൊണ്ട് അലങ്കരിക്കുന്നു. അതായത് ഗോദാവരി നദിയിൽ ധാരാളം മുത്തുകളും പവിഴങ്ങളും ഒക്കെ ഉണ്ടെന്നാണ് കവി പറയണത്. അത് മറ്റുള്ള ഈ മുക്കുവന്മാരോ അല്ലെങ്കിൽ ഈ മുത്തുച്ചിപ്പി വാരുന്നവരൊക്കെ ചെന്ന് എടുത്തുകൊണ്ട് വന്ന് അതുകൊണ്ട് മാല ഉണ്ടാക്കിയിട്ട് ഈ സുന്ദരിമാർ തന്നെ അണിയുന്നു. അപ്പോൾ കൊടുക്കുന്നത് ഈ നദിക്ക് സ്ത്രീകൾ കൊടുക്കുന്നത് പ്രഹരങ്ങളാണ് എങ്കിലും ഈ നദി ഇവർക്ക് തിരിച്ചു കൊടുക്കുന്നത് എന്താണ്? മാലകളാണ് തിരിച്ചു കൊടുക്കുന്നത്. അതാണ് ഇവിടെ പറയണത്. താനേവ, ആ മാറിടങ്ങളെ തന്നെ, ആ പയോധരങ്ങളെ തന്നെ ഈ തരങ്കിണി മുത്തുമാലകളെ കൊണ്ട് അലങ്കരിക്കുന്നു. എന്നിട്ട് അർത്ഥാന്തരന്യാസ അലങ്കാരമായിട്ട് ഒരു വാക്യം കൂടി പറയാണ്. ശുദ്ധാഹ വിരുദ്ധേഷു അഭിസോപകാരാഹ. ശുദ്ധന്മാരായിട്ടുള്ള ആൾക്കാർ, നല്ലവർ, ശത്രുക്കൾക്കും ദോഷമൊന്നുമല്ല ചെയ്യുക, അവർക്കും ഉപകാരമാവുന്ന ഓരോ കാര്യങ്ങളെ ചെയ്തു കൊടുക്കാറുള്ളൂ. അവരുടെ മനസ്സിലൊന്നുമില്ല, കളങ്കങ്ങളൊന്നുമില്ല. ഈ ശത്രുക്കൾ ഈ ശുദ്ധന്മാർക്ക് എന്തെങ്കിലും ദോഷങ്ങളൊക്കെയാണ്, അവരെ ഉപദ്രവിക്കുകയൊക്കെയാണ് ചെയ്യണതെങ്കിലും ഈ ശുദ്ധന്മാരായിട്ടുള്ള ആൾക്കാർ തിരിച്ചതൊന്നും അവരെ ഉപദ്രവിക്കാറുമില്ല, അതൊന്നും ഓർത്ത് വയ്ക്കാറുമില്ല. അതുകൊണ്ട് ഈ മാറിടങ്ങൾ ഇവരെ വെള്ളത്തിനെ ഉപദ്രവിക്കുന്നുണ്ട് എങ്കിലും വെള്ളം അവർക്ക് അണിയാനുള്ള മാലകളാണ് കൊടുക്കുന്നത് എന്നർത്ഥം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗോദാവരി നദി നല്ല സമ്പന്നമാണ്, മുത്തും പവിഴവും ചിപ്പിയൊക്കെ ഉള്ളതായ സമ്പന്നമായിട്ടുള്ള നദികളാണ്. ആ മുത്തുകളും ചിപ്പികളും ഒക്കെ ഇവിടുത്തെ പാണ്ഡ്യ വനിതകൾ ധരിക്കാറുണ്ട് എന്നാണ് കവി പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് 2 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. സ്വനാമചിഹ്നേഷു നിപാതപൂതാൻ ഖ്യാതാഭിധാനാൻ യുധിയാദുധാനാൻ ഏകസഹസ്രാണി ചതുർദശാസ്യാമാരോപയാമാസ ദിവം സവീര പയോധരൈഃ പാണ്ഡ്യവിലാസിനീനാം ആഹന്യമാനാപി തരങ്കിണീയം താനേവ മുക്താഭിരലങ്കരോതി ശുദ്ധാവിരുദ്ധേഷ്വപി സോപകാര. മുക്ത എന്നുള്ള വാക്കിൽ നിന്നാണ് മലയാളത്തിൽ മുത്ത് എന്നുള്ള വാക്ക് വരണത്. മുത്ത് എന്നുള്ളത് സംസ്കൃതത്തിൽ ഉപയോഗിക്കാറുണ്ട്. മുദം, സന്തോഷത്തെ ഉണ്ടാക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ മുദ് എന്നുള്ള വാക്ക്, അതിൽ നിന്നാണ് മുത്ത് എന്ന് വന്നതെന്നും പറയും. മുക്ത എന്നുള്ളതിലെ ക ലോപിച്ചു പോയിട്ടാണ് മുത്ത് എന്നുള്ള വാക്കുണ്ടായത് എന്നും പറയും. രണ്ടായാലും നല്ലത് തന്നെ. മുത്ത് എല്ലാവർക്കും സന്തോഷമുണ്ടാക്കുന്നു, അതല്ലേ? അത് കാണുമ്പോൾ എന്തൊരു ഭംഗിയാണ്, വെളുത്ത് ഉരുണ്ടിരിക്കുന്ന സുന്ദരമായിട്ടുള്ള രത്നമാണത്. അപ്പോൾ അങ്ങനെയുള്ള മാലകൾ ഇട്ടിട്ട് പാണ്ഡ്യ വനിതകൾ സുന്ദരികളായി നടക്കുന്നു എന്നാണ് കവി പറയണത്. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.